അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ദക്ഷിയുടെ 3rd ഹാപ്പി ബർത്ത്ഡേ ആണ്. എല്ലാവരും ഒന്ന് അനുഗ്രഹിച്ചേക്കണേ കുഞ്ഞിനെ. അപ്പം ഞാനിന്ന് കഞ്ഞിയും കറിയുമാണ്. കഞ്ഞിക്കൊരു കറി വെക്കാൻ പോവാണ്. ഏത്തക്കായും ചേമ്പും പിന്നെ കിഡ്നി ബീൻസും കൂടാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ കൂടെ ചേന, കാച്ചിൽ, കൂർക്ക എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ചീവക്കിഴങ്ങെന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം നമുക്ക് തുമരയോ വൻപയറോ ചെറുപയറോ ഏത് പയർ വേണേലും നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമുക്ക് ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഇതിനകത്തിൽ ഉരുളക്കിഴങ്ങ് ഇടുന്നവരുണ്ട്. അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ സാമ്പാറിന് അരിയുന്ന പോലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക. അപ്പം കുക്കറിലാണ് ഞാൻ വെക്കുന്നത്. കുക്കറിലേക്ക് ഈ കഷ്ണം എല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കുറച്ച് നെകര വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സ്റ്റൗവിൽ വെക്കുക. അപ്പോൾ അതിനെ അരയ്ക്കാനായിട്ട് നമ്മൾ തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചുമന്നുള്ളി, വെളുത്തുള്ളി, ജീരകം ഇത്രയും എടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത് അരച്ചുകൊണ്ട് വന്നിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് ഒന്നുകൂടെ ഇളക്കിയിട്ട് കുറച്ച് പുളിവെള്ളം, അതായത് സാമ്പാർ വയ്ക്കുന്ന പുളിയുടെ വെള്ളം നമ്മൾ കുറച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പുളിയുടെ അനുസരിച്ചിട്ടാണ് നമുക്ക് എത്രയും പുളി വേണോ അതിനനുസരിച്ചിട്ട് ചേർക്കുക. അപ്പം ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ കുറച്ചും കൂടി ഉപ്പ് വേണമെങ്കിൽ അതിന് ചെറിയ കഞ്ഞിക്ക് ആയതുകൊണ്ട് ഉപ്പ് കുറച്ച് വേണമല്ലോ. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുക. അത് കഴിഞ്ഞ് ഫ്രൈങ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ തേങ്ങ അതിലേക്ക് ഇടുക. തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് സിമ്മിലിട്ട് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം. തിരതിരപ്പായിട്ട് വറുത്തെടുക്കുക. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ, സ്റ്റൗവിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അപ്പം നമ്മളിങ്ങനെ വറുത്ത് എടുത്തിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഈ കറിയിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കുക. എത്രയും കൂടുതൽ ചേർക്കുന്ന അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിക്കാണ് ഈ കറി ഏറ്റവും നല്ലത്. വെറുതെ കഴിക്കാനും എനിക്കിഷ്ടമായി ഈ കറി. അപ്പം ഇതാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇതിനെ അസ്ത്രം എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണ് പറയുന്നത്? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു ദശുകുട്ടൻ.